നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതായത് നമ്മുടെ സംഘടനാ സംവിധാനം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബി ജെ പിയുടെ വ്യക്തമാവും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ വന്ന ആളെന്നുള്ള രീതിയിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ഒരു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്തമായ ഒരു സംഘടനാ സംവിധാനമാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസിഡൻറ്റ് മാറിയതോടുകൂടി പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലെയും മാറ്റം ഉണ്ടാവുന്നില്ല. ഒരു തുടർച്ചയാണ് സംഘടനാ പ്രവർത്തനം എന്നുള്ളത്. അത് കാലാകാലങ്ങളിൽ ബി ജെ പി നടത്തി വെച്ച് കൊണ്ടുവരുന്ന ഒരു സംഘടനാ സംവിധാനം തുടർച്ചയായിട്ട് തുടർന്നു പോവുകയാണ്. രാജീവ് ചന്ദ്രശേഖർജി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായ കുറേ വിഷൻസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെതായ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ അദ്ദേഹം മുമ്പോട്ട് വെച്ച വികസനോന്മുഖമായ ഒരു കേരളത്തിൽ എന്തുകൊണ്ട് കേരളത്തിലെ യുവാക്കൾ കേരളം വിട്ടു പോകുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ഉള്ള യുവാക്കൾ നിരാശരാണ്. അപ്പോൾ അതിനൊരു ബദൽ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം തന്നെ ആ ഒരു വിഷൻ തന്നെ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി പ്രസിഡൻറ്റ് എന്ന് ഒരു ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം അതായത് അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ നേരത്തെ പല പാനലിസ്റ്റുകളും സൂചിപ്പിച്ചതുപോലെ മറ്റ് രാഷ്ട്രീയങ്ങളെക്കുറിച്ച് അതിഗംഭീരമായി കുറ്റം പറയുന്നതിന് പകരം കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കേരളത്തിലെ പുതുതലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, പുതുതലമുറയെ ആകർഷിക്കുന്ന തലത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനത്തെ എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും, ഈ തരത്തിലുള്ള വലിയൊരു വിഷനാണ് അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അത് ഇന്ന് പൊതുസമൂഹം ഏറ്റെടുത്തു എന്നുള്ളതിന് നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ രാഷ്ട്രീയ മേഖലയിൽ മാത്രമല്ല വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാർ, പല ആൾക്കാരും അവരുടെ ബ്ലോഗുകളിലൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് പല സെലിബ്രിറ്റികളായിട്ടുള്ള പല ആൾക്കാരുടെയും ഞാൻ ബ്ലോഗുകൾ നോക്കിയ സമയത്ത് വളരെ ഗംഭീരം. ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന അധ്യക്ഷനെയോ ദേശീയ അധ്യക്ഷന്മാരെയോ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ പല കോണുകളിൽ നിന്നും വ്യത്യസ്തമായ മേഖലകളിൽ നിന്നും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്ന് വ്യത്യസ്തമായ മേഖലകളിൽ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരും അവരുടേതായ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി ചെറുപ്പക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും മാത്രം ഏറ്റെടുത്ത് അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്ന ആ ഒരു ഐഡിയോളജിയെ അല്ലെങ്കിൽ ആ ഒരു വിഷനെ ഈ കേരളം സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വളരെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ആത്മവിശ്വാസമാണ് ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ വഴി ലഭിക്കുന്നത്. അത് സുരേന്ദ്രജി തുടങ്ങി വെച്ച ആ പ്രവർത്തനങ്ങൾ രാജീവ് ചന്ദ്രശേഖർജിയിലൂടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.